ഇന്ന് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹി ഡിഡ് നോട്ട് ന്യൂ ദാറ്റ് ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോൺഡ് യെസ്റ്റർഡേ. ഇവിടെ പോസ്റ്റ്പോൺഡ് എന്ന് കാണുമ്പം നമുക്ക് മനസ്സിലാവും ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ എപ്പോൾ ഓക്സിലറി ഡിഡ് ആണ് ഉപയോഗിക്കുന്നത് അത് നമുക്കറിയാം. പക്ഷേ ഡിഡ് എന്ന ഓക്സിലറി ഉണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ ഏതാ ഉപയോഗിക്കുക? വെർബ് ഒരു ബാർ ഇൻഫിനിറ്റിയാണ് ഉപയോഗിക്കുക. ബാർ ഇൻഫിനിറ്റി. ഓക്കെ, അപ്പം ഇവിടെ ഡിഡ് ഉള്ളത് കൊണ്ട് ഇവിടെ ന്യൂ അല്ല, നോ. ഇതിൻ്റെ ബാർ ഇൻഫിനിറ്റി ആയ നോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിലെ റോങ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ, ഡിഡ് നോട്ട് ന്യൂ എന്നുള്ളതാണ്. ഷീ ഡോണ്ട് ലൈക്ക് കോഫി. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ഷീ ഡോണ്ട് ലൈക്ക് കോഫി എന്ന് പറയില്ല. ഷീ എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ ഡോണ്ട് അല്ല ഉപയോഗിക്കുക, ഡസിൻ്റ് ആണ്. സോ ഡസിൻ്റ്. അപ്പോൾ ഇവിടെ റോങ് എന്ന് പറയുന്നത് ഡോണ്ട്. ഓപ്ഷൻ ബി, ഡോണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈച്ച് ഓഫ് ദ ബോയ്സ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ ഹോംവർക്ക്. ഇത് ഒരു കോൺകോഡ്, ഇംഗ്ലീഷിലെ കോൺകോഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈച്ച് ഓഫ് ദ ബോയ്സ് അല്ലേ. ഈച്ച് ഓഫ് ദ ബോയ്സ് എന്ന് കാണുമ്പം നമുക്ക് മനസ്സിലാക്കാം ഈ ഈച്ച് ഓഫ് ദ ബോയ്സ് എന്ന് പറയുന്നത് എന്താ? ആൺകുട്ടികളിൽ ഓരോരുത്തരും എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പം ആൺകുട്ടികളിൽ ഓരോരുത്തരും എന്ന് പറയുമ്പം ഇവിടെ ശരിക്കും ഹാവ് ആണോ വരേണ്ടത്? അല്ല, ഓരോരുത്തരും. അപ്പോൾ സിംഗിളായിട്ടാണ് പറയുന്നത് അല്ലേ. ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ഇത് നമ്മുടെ കോൺകോഡിൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് വൺ ഓഫ്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ശേഷം ഒരു പ്ലൂരൽ സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് സിംഗുലർ വെർബ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. അതായത് വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് വൺ ഓഫ്. ഇങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു പ്ലൂരൽ സബ്ജക്റ്റ്, ബോയ്സ് ഒരു പ്ലൂരൽ സബ്ജക്റ്റ് അല്ലേ? അതെ. അതിനുശേഷം പിന്നെ എന്താ വേണ്ടത്? സിംഗുലർ വെർബ്. അപ്പോൾ ഹാവ് എന്നുള്ളത് സിംഗുലർ വെർബാണോ? അല്ല. ഇതിൻ്റെ സിംഗുലർ വെർബ് ഏതാ? ഹാസ്. അപ്പോൾ ഇവിടെ റോങ് ആയിട്ട് വരുന്നത് ഏതാ? ഓപ്ഷൻ സി, ഹാവ്. ഹി ഈസ് സീനിയർ ദെൻ മീ. അതായത് ഇവിടെ ഒരു കമ്പാരിസൺ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരിക്കലും ദെൻ അല്ല ഉപയോഗിക്കുന്നത്, ടു ആണ്. സീനിയർ ടു മീ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിലെ എറർ എന്ന് പറയുന്നത് സീനിയർ ദാൻ എന്നുള്ള ദാൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐ പ്രിഫർ ടീ ദാൻ കോഫി. അപ്പോൾ ഇതിലും ഈ ക്വസ്റ്റ്യനിലും എന്താണ്? ഒരു കമ്പാരിസൺ ആണ് പറയുന്നത് അല്ലേ. കോഫിയേക്കാൾ എന്താണ്? അല്ല, ടീയേക്കാളും കോഫിയാണ്, കോഫിയേക്കാളും ടീ ആണ് പ്രിഫർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദാൻ അല്ല, ടു തന്നെയാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് റോങ് ആയിട്ട് വരുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, നോ സൂണർ ഡിഡ് ഹി റീച്ച് ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഇവിടെ നോ സൂണർ എന്ന് വരികയാണെങ്കിൽ എപ്പോഴും ഇവിടെ ദെൻ ആയിരിക്കും കേട്ടോ വരിക. ഇതൊന്ന് ശ്രദ്ധിക്കണം. നോ സൂണർ ദാൻ. ഓക്കെ, എപ്പോഴും നോ സൂണർ ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ദെന്നിൽ ആയിരിക്കും. ഇവിടെ നോക്ക്, നോ സൂണർ ഡിഡ് ഹി റീച്ച്ഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവനെന്താ? അവനവിടെ എത്തുമ്പോൾ തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? സ്റ്റാർട്ടഡ് റെയിനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹി റീച്ച്ഡ് അല്ല വേണ്ടുന്നത്. അപ്പോൾ ഇത് പാസ്റ്റ് ആകും. ഇവിടെ എന്താ വേണ്ടത്? ഹി റീച്ച് എന്നാണ് വരിക. അപ്പോൾ ഡിഡ് ഹി റീച്ച് എന്നാണ് വരിക. അപ്പോൾ ഇതിൻ്റെ റോങ് ആയിട്ട് വരുന്നത് ഏതാ? ഓപ്ഷൻ ബി, റീച്ച്ഡ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 5 years. നമുക്ക് ഇംഗ്ലീഷിൽ ആവർത്തിച്ച് വരുന്നതാണ് ഈ സിൻസും അതുപോലെ തന്നെ ഫോർ എന്നുള്ള ക്വസ്റ്റ്യൻസ്, ഫോർ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ സിൻസ് എന്ന് പറയുന്നത് എന്താ? ഇതെപ്പോഴും ഒരു പോയിൻ്റ് ഓഫ് ടൈം,
ഒരു പോയിൻ്റ് ഓഫ് ടൈമിനെയാണ് സൂചിപ്പിക്കുക. അതായത് ഒരു ഇയർ പറയുമ്പം ഇപ്പം 1998 അല്ലെങ്കിൽ ഒരു ഡേ, ഇപ്പോൾ സാറ്റർഡേ അങ്ങനെ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ഓഫ് ടൈം പറയുമ്പോഴാണ് നമ്മളെപ്പോഴും സിൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കൂ, 5 years എന്നാണ് പറഞ്ഞത്, 5 വർഷം അല്ലേ. അപ്പോൾ 5 years എന്ന് പറയുമ്പോൾ എന്താ, അത് ഒരു പോയിൻ്റ് ഓഫ് ടൈം ആണോ? അല്ല, അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സമയത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സമയം പറയുമ്പോൾ അവിടെ 4 ആണ് ഉപയോഗിക്കുന്നത്. സിൻസ് ഉപയോഗിക്കുന്നത് ഒരു പോയിൻ്റ് ഓഫ് ടൈമിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ റോങ് ആയിട്ട് വരുന്നത് ഏതാ? ഓപ്ഷൻ സി, സിൻസ് ആണ് വരുന്നത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് മൈ ഫ്രണ്ട് ഈസ് കമ്മിങ് ടുഡേ. വൺ ഓഫ് മൈ ഫ്രണ്ട്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താ, വൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്ലൂരൽ സബ്ജക്റ്റും സിംഗുലർ വെർബ് അല്ലേ. അപ്പോൾ വൺ ഓഫ് മൈ സബ്ജക്റ്റ് എന്താ? ഫ്രണ്ടാണ് ഇവിടെ സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് പ്ലൂരൽ ആണ് വേണ്ടത്. അപ്പോൾ ഇതെന്താ? ഫ്രണ്ട്സ്. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്, അത് കറക്റ്റാണ്, ഇത് ശരിയാണ്. ഇത് ഫ്രണ്ട് അല്ല, ഫ്രണ്ട്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ റോങ് ഏതാ? ഓപ്ഷൻ ബി, ഫ്രണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ ന്യൂസ് വാസ് വെരി ഷോക്കിംഗ്. നമുക്കിത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഇവിടെ ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഇതൊരു പ്ലൂരൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന്. പക്ഷേ ഇത് പ്ലൂരൽ അല്ല, ഇത് എസ്സിൽ അവസാനിക്കുന്ന സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പം ഇവിടെ എന്ത് ഓക്സിലറിയാണ് വരിക? ഈസ്, അതായത് സിംഗുലറാണ് വരിക. അപ്പം ഇതിലേതാണ് റോങ്? ഓപ്ഷൻ ബി, ആർ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഹീ ഈസ് മാരീഡ് വിത്ത് എ ഡോക്ടർ. ഹീ ഈസ് മാരീഡ് വിത്ത് അല്ല വരിക, ഇവിടെ വരുന്നത് ടു ആണ് വരിക. അതായത് ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ, ഇതാണ് ഇതിൻ്റെ ശരിക്കും ആൻസർ. അപ്പോൾ ഇതിൽ റോങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, വിത്ത്. താങ്ക് യു.